ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ തൃഷ നായികയായിട്ട് റോഡ് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആയിരിക്കുകയാണ്. അപ്പോൾ സിനിമ കണ്ടിറങ്ങിയിരുന്ന പ്രേക്ഷകരോട് നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ബേസുള്ള സ്റ്റോറിയാണ്. ഇപ്പോഴത്തെ സിനിമയ്ക്കൊന്നും ഇല്ലാത്തൊരു നല്ല കഥ ഇതിനകത്തുണ്ട്. പിന്നെ കഥാപാത്രങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. നല്ല സംവിധാനം നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട്. കുറച്ച് കഥാപാത്രങ്ങളെ വെച്ച് വലിയൊരു സിനിമയാണ്, വലിയ ഒരു രീതിയിൽ നീക്കാവുന്നുള്ളൊരു സിനിമയായിരുന്നു. എങ്കിലും അത് വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ, എന്നാൽ ഇത്തരത്തിലുള്ള ഒരു കഥ എങ്ങനെ നല്ല തിരക്കഥയാക്കാമെന്നും അതിനെ എങ്ങനെ സംവിധാനം ചെയ്യാമെന്നും വലിയ ആളുകളല്ലാതെ സാധാരണ ആളുകളെയൊക്കെ വെച്ചത് എടുത്ത് എങ്ങനെ വിജയിപ്പിക്കാമെന്നുള്ളതും ഒരു നല്ല സിനിമയാണിത്. അല്ല, നായിക നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ഇതാണ് കേട്ടോ. കുഴപ്പമില്ല. എടുത്തു പറയാനുള്ള അങ്ങനെ ട്രെയിലർ കാണുന്ന അത്ര വലിയ ഒരു ഇൻറ്റൻസ് ഒന്നും പടത്തിലില്ല. ജസ്റ്റ് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാന്നുള്ളൂ. അത്രയൊന്നുമില്ല. നമുക്കെല്ലാം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അടുത്ത സീൻ എന്താണെന്ന്. ട്വിസ്റ്റ് പോലെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ മറ്റേ നമ്മുടെ ഇവൻ്റെ അഭിനയം അടിപൊളിയാണ്. ഡാൻസിങ് റോസില്ലേ, അവൻ്റെ അഭിനയം അടിപൊളിയാണ്. പക്ഷേ അത് നമുക്കൊരു ഇത് കിട്ടുന്നില്ല പടത്തിന്. ആ ഒരു ഇമോഷൻസൊക്കെ ഏച്ച് കിട്ടുന്ന പോലെ തോന്നി. അത്ര വലിയൊരു കുഴപ്പമില്ല, ചുമ്മാ കണ്ടിരിക്കാന്നുള്ളൂ. തിരിച്ചാടെ പടം ഒരു കണക്കാണ്, ഓടൂല പടം. നമുക്ക് തിയേറ്ററിൽ കാണാൻ വേണ്ടി ഉണ്ടോ? സീരിയൽ പോലെ കാണാം. വലിയ ഇതില്ല, പടം വലുതായിട്ട് പോവില്ല. നാളെ ചിലപ്പോൾ കാണൂല, കൂടി കാണാം. പടം കണ്ടിരിക്കാം. ലാസ്റ്റ് മിനി എന്താ ഉണ്ടെന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഇത് മൊത്തം ഇപ്പോൾ ഈ കാറിൻ്റെ ആക്സിഡൻറ്റ് അത് മൊത്തം നടക്കുന്ന സംഭവം തന്നെ. അപ്പോൾ നടക്കുന്ന സംഭവം തന്നെ ഇത് കണ്ടുപിടിച്ചാൽ ശരിയാണ്. അത് കൊള്ളാമെന്ന് തോന്നുന്നു. ഓ, കാണാൻ വേണ്ടി കൊള്ളാം. അത് ഒരു പെണ്ണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതിന് കാണാൻ വേണ്ടി കൊള്ളാമെന്ന് തോന്നുന്നു. തൃശ്ശൂർ കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള അവന് തൃശ്ശൂർ കണ്ടന്റ് അറിയതാണ്. കുഴപ്പമില്ല കണ്ടന്റ്. റോഡ് അത് സത്യം പറഞ്ഞാൽ തൃഷ അഭിനയിച്ച മൂവിയാണ് റോഡ്. അത് പറഞ്ഞ ക്രൈം ത്രില്ലറാണ്. ഈ NH റോഡിൽ നടക്കുന്ന അപകട മരണങ്ങളും അതിലുള്ള കൊള്ളയാണ് മെയിൻ പ്രമേയമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ തൃഷ നല്ല കിടുവായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ പേസിൽ ഒരു ഫാമിലി അങ്ങനെ രണ്ട് കഥകളായിട്ടാണ് പോകുന്നത്. വില്ലൻ്റെയും നായികൻ്റെ ആ ഒരു ഇത് അവരുടെ ദുഃഖവും ഇതൊക്കെ ആയിട്ടാണ് മിക്സ് ചെയ്ത് പോകുന്നത്. സെക്കൻഡ് ഹാഫിലാണ് ഇത് വരുന്നത്, ആ ഒരു കഥേൻ്റെ ഒരു ത്രില്ലിങ് മൂവ്മെൻറ്റ് വരുന്നത്. ആ അന്വേഷണമായിട്ട് തൃശ്ശ ഇറങ്ങുമ്പോൾ തൊട്ടാണ് നമുക്ക് മനസ്സ് നിറയെ കാണാൻ പറ്റിയ ഒരു രീതിക്ക് മൂവി വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ അത് പുതിയൊരു രീതിക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന മെത്തേഡ്. പിന്നെ സാം CSൻ്റെ BGM അത് ഒരു രക്ഷയില്ല, പൊളിച്ചടുക്കിയിട്ടുണ്ട്. പിന്നെ വില്ലനായിട്ട് വന്ന് നമുക്കറിയാം, ഇതിൽ കൊത്തിയിൽ നമ്മൾ കണ്ണനായിട്ട് വെക്കാത്ത നെയിം അറിയത്തില്ല, പക്ഷേ പുള്ളിക്കാരൻ ഇതിൽ നല്ല സ്കോർ ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. നല്ല മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്ന സീക്വൻസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫാണ് ത്രില്ലിംഗ് മൂവ്മെൻ്റ് ആയിട്ട് പോയത്. എല്ലാവരും കാണണം, നല്ലൊരു വർക്കാണ്. ആൾക്കാർ വളരെ കുറവാണ് ഈ പടത്തിന്. ദ റോഡ് എന്നാണ് പടത്തിൻ്റെ പേര്. തൃശ്ശ അഭിനയിച്ച മൂവിയാണ്. അധികം പ്രൊമോഷൻ ഒന്നും വന്നിട്ടില്ല, എന്നാലും പറ്റുന്ന ആൾക്കാർ മാക്സിമം തിയേറ്ററിൽ വന്ന് കാണേണ്ട പടം തന്നെയാണ്. നല്ലൊരു മൂവി തന്നെയാണ്.